നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണ് ടൈം മാഗസിൻ. മാഗസിന്റെ പുതിയ ലക്കത്തിലാണ് പുതിയ യുദ്ധങ്ങളില്ല എന്ന ട്രംപിന്റെ ഇലക്ഷൻ വാഗ്ദാനം എത്തരത്തിലെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റി വിശദമാക്കുന്നത്. രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് ട്രംപ് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. നോ ന്യൂ വാർ എന്നതായിരുന്നു ആ വാഗ്ദാനം. ഈ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച് 2 വർഷങ്ങൾക്കുള്ളിൽ 8 രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ സമാനമായ ഭീഷണിപ്പെടുത്തലുകൾക്ക് ട്രംപ് അനുവാദം നൽകുകയും ചെയ്തു. വാക്കിലും പ്രവൃത്തിയിലുമുള്ള ഈ ട്രംപ് ശൈലി വ്യക്തമാക്കുന്നതാണ് ടൈം മാഗസിന്റെ കവർ പേജ്. ഈ കവർ പേജ് സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവെക്കപ്പെട്ടപ്പോൾ അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. ട്രംപിന്റെ യുദ്ധം എന്ന ഫീച്ചർ സ്റ്റോറിക്കൊപ്പം 8 ചുവന്ന MAGA തൊപ്പികളും ടൈം മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയ അർത്ഥതലങ്ങളുള്ളതാണ് ഈ റെഡ് ഹാറ്റുകൾ. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതായിരുന്നു ട്രംപിന്റെ ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചാരണ വാക്യം. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ സ്ലോഗൻ എത്തരത്തിലാണ് US വിദേശ നയത്തെ രൂപപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്നും ടൈമിന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി അമേരിക്ക എന്നതിന് പകരമായി ട്രംപ് ആക്രമണത്തിനോ കടന്നുകയറ്റത്തിനോ ആയി ഉത്തരവിട്ട രാജ്യങ്ങളുടെ പേരുകളാണ് ഈ തൊപ്പികളിലായി ആലേഖനം ചെയ്തിരിക്കുന്നത്. മെയ്ക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ തുടങ്ങി വെനിസ്വേല, സിറിയ, നൈജീരിയ, യമൻ, ഇക്വഡോർ, സോമാലിയ എന്നീ രാജ്യങ്ങളെയാണ് ചുവന്ന MAGA തൊപ്പികൾ പ്രതിനിധീകരിക്കുന്നത്. US മഹത്വം ഊട്ടിയുറപ്പിക്കാൻ മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന അധീശത്വ മനോഭാവമാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. ഇറാനിലും വെനസ്വേലയിലും US നടത്തിയ കടന്നുകയറ്റങ്ങൾ, യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നടത്തിയ നാവിക വ്യോമാക്രമണങ്ങൾ, ഇക്വഡോറിൽ ഭീകര സംഘടനകളെ നിയന്ത്രിക്കാൻ എന്ന പേരിൽ നടത്തിയ സംയുക്ത സൈനിക നടപടി, സോമാലിയയിൽ കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ച് നടത്തിയ 10ലധികം വ്യോമാക്രമണങ്ങൾ, സിറിയയിൽ ISIS എതിരായിട്ടുള്ളത്, വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിൽ നടത്തിയ വ്യോമാക്രമണം എന്നിവയും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെ 3 രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടി വരിക ഇവിടെ ഇതിനു മുൻപ് ഒരിക്കൽ പോലും US ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. നോ ന്യൂ വാർ എന്ന ട്രംപിന്റെ വാഗ്ദാനത്തിന്റെ ലംഘനത്തിന് ഉദാഹരണമായി ഇതെല്ലാം ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്യുന്നു. ആക്രമണങ്ങളിലൂടെ ശത്രുക്കളെന്ന് കരുതുന്നവരെ ഇല്ലാതാക്കുക, അവിടെ US താല്പര്യം സംരക്ഷിക്കുന്ന പുതിയ ഭരണകൂടം രൂപീകരിക്കുക എന്ന രീതികളെല്ലാം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന അജണ്ടയാണ് ഉന്നം വയ്ക്കുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ടെന്ന് സ്വയം കരുതുന്ന ഒരാളാണ് ട്രംപ് എന്നതും ഈ അവസരത്തിൽ ഓർക്കേണ്ട കാര്യമാണ്. ആക്രമിക്കലും അധിനിവേശവുമെല്ലാം മിക്ക US പ്രസിഡന്റുമാരുടെയും പതിവ് രീതികൾ തന്നെയാണ് എന്നതിൽ സംശയമില്ലെങ്കിൽ പോലും അവിടെയും ട്രംപ് വ്യത്യസ്തനാണ്. മുൻ പ്രസിഡന്റുമാർ അവരുടെ 4 വർഷത്തെ കാലയളവിനുള്ളിൽ നടപ്പിലാക്കിയ വിദേശ ആക്രമണങ്ങളുടെ തോതിലും അധികമാണ് 2025 മാത്രം ട്രംപ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ടൈമിന്റെ ഫീച്ചറിൽ എടുത്തു കാട്ടാനായി ശ്രമിക്കുന്നുമുണ്ട്. യുദ്ധത്തിന് പുറമെ കുടിയേറ്റ വിരുദ്ധത ഉൾപ്പെടെ ട്രംപിന്റെ കാലത്ത് വർദ്ധിച്ചു വരുന്ന പ്രവണതകളെ പറ്റിയും ഫീച്ചറിൽ പരാമർശിക്കുന്നുണ്ട്. ഇതേ സമയം ട്രംപിന്റെ ഇലക്ഷൻ വാഗ്ദാനമായ നോ ന്യൂ വാർ എന്നത് പാലിക്കപ്പെടാതെ പോയതിനെ പറ്റി ടൈം വിശദമാക്കുമ്പോൾ ഇതെല്ലാം ട്രംപിന്റെ നേട്ടങ്ങളായി കാണുകയാണ് പ്രസിഡന്റിന്റെ ആരാധകർ. അവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ചെയ്യുന്നതെല്ലാം ഹീറോയിസമാണ്. ഫലത്തിൽ ടൈം മാഗസിൻ ട്രംപിനെ പുകഴ്ത്തുകയാണ് എന്ന് പോലും പറയുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. ചുരുക്കത്തിൽ ടൈമിന്റെ ഫീച്ചർ ദ്വയാർത്ഥത്തിലാണ് ട്രംപ് വിരുദ്ധരും അനുകൂലികളും കാണുന്നതും അഭിപ്രായം പറയുന്നതും. നൊബേൽ പ്രൈസ് വേണമെന്ന് പറയുന്ന, ലോകത്തെ എന്ത് നടന്നാലും അതിന്റെ ക്രെഡിറ്റ് തനിക്കാണ് എന്ന് പറയുന്ന, നിമിഷങ്ങൾക്കുള്ളിൽ നിലപാട് മാറ്റുന്ന, ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വലിപ്പം മറക്കുന്ന, കവലച്ചട്ടമ്പിയെ പോലെ പെരുമാറുന്ന ഒരാളാണ് ട്രംപ്. ചരിത്രത്തിൽ ഇന്നോളം ഇത്തരത്തിലൊരു അമേരിക്കൻ പ്രസിഡന്റിനെ ലോകം കണ്ടിട്ടുമില്ല. നോ ന്യൂ വാർ എന്നൊക്കെ ഒരു US പ്രസിഡന്റ് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ട്രംപിനെ പോലൊരാൾ പറഞ്ഞാൽ അത് വെറും ഇലക്ഷൻ ഗിമ്മിക്സ് ആണെന്നും തിരിച്ചറിയാനാവും. ട്രംപിന്റെ പതിവ് രീതികൾ അറിയാമെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് എത്രത്തോളം ആക്രമണത്വര കൂടുതലുള്ള ആളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന കാര്യമാണ് ടൈം മാഗസിന്റെ ഫീച്ചറിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്.